ഇൻ്റർനെറ്റ് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? എന്നാൽ 2000 ഗൂഗിൾ കത്തിച്ചൊരു ഫോട്ടോ ആണിത്. ഈ ഒരു വൈറൽ ഫോട്ടോ ഗൂഗിളിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, പുതിയൊരു ഗൂഗിൾ പ്രൊഡക്റ്റ് തുടങ്ങാൻ തന്നെ കാരണമായി. 23 ഫെബ്രുവരി 2000 ഗ്രാമി അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന ജെന്നിഫർ ലോപ്പസ് അന്ന് ധരിച്ചിരുന്ന ഡൊണാറ്റല്ല വെർസാഷ ഡിസൈൻ ചെയ്ത് ഈ ഇറങ്ങിയ കഴുത്തുള്ള പച്ച നിറത്തിലുള്ള ഡ്രസ്സായിരുന്നു. അന്നത്തെ ആ ഫംഗ്ഷനിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ടും ആ ഡ്രസ്സ് വൈറലായി. ആളുകൾ ഇൻ്റർനെറ്റിൽ ഈ ഡ്രസ്സും ലോപ്പസിനെയും സെർച്ച് ചെയ്യാൻ തുടങ്ങി. പ്രശ്നം എന്താ വെച്ചാൽ, അന്ന് ഗൂഗിളിൽ ഇന്നത്തെ പോലെ ഇമേജസ് റിസൾട്ടായി കാണിക്കുന്ന ഫീച്ചറൊന്നും ഇല്ലായിരുന്നു. ഗൂഗിളിൽ ജസ്റ്റ് ടെക്സ്റ്റ് സെർച്ച് ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ യൂസേഴ്സിനും ഈ ഫോട്ടോ കാണാൻ വേണ്ടി ആദ്യം സെർച്ച് ചെയ്യണം, പിന്നെ കാണുന്ന റിസൾട്ടിൽ വരുന്ന വെബ്സൈറ്റിൽ കയറണം. അതിൽ ചിലപ്പോൾ ഈ ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ഫോട്ടോ ആയിരിക്കില്ല. അപ്പോൾ പിന്നെയും ബാക്ക് പേജ് പോയി ഗൂഗിളിൽ പോയി നെക്സ്റ്റ് റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കണം. ഇങ്ങനെ ഈ സംഭവം വൈറലായപ്പോൾ ഗൂഗിളിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റില്ല. യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ റിസൾട്ട് ഓപ്പൺ ആക്കാതെ തന്നെ കാണിക്കാനുള്ള ഓപ്ഷൻ വേണം. അങ്ങനെ 2001 ഗൂഗിൾ ഇമേജസ് പിറവിയെടുത്തു. അങ്ങനെ ജെന്നിഫർ ലോപ്പസിൻ്റെ ഈ ഒരു പച്ച ഡ്രസ്സ് കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഗൂഗിൾ ഇങ്ങനെയായി. അതായത് ഗൂഗിൾ ഇമേജസ് ഉണ്ടായി.